കർത്താവിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനം പഠിക്കാനായിട്ട് ഒരവസരം കൂടെ ദൈവം നമ്മുടെ മുമ്പിൽ നൽകിയിരിക്കുകയാണ്. ഈ മീറ്റിങ്ങിലേക്ക് ഈ പ്ലാറ്റ്ഫോം വഴി ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ജീവനും ജീവിതവും പഠന പരമ്പരയുടെ 204-ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഡബിൾ സെഞ്ചുറി ഒക്കെ കഴിഞ്ഞ് മുൻപോട്ട് പോവുകയാണ് നമ്മുടെ ഈ പരമ്പര. നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില്, നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും പ്രയോജനകരമായി തീരട്ടെ. ഇന്ന് ക്ലാസ് നയിക്കുന്നത് നമുക്ക് പരിചയമുള്ള ജോർജ് ഇരുമ്പൻ സഹോദരനാണ്. ഇന്നത്തെ ക്ലാസ്സും ഈ 5-ാമത്തെ കൽപ്പനയോട് ബന്ധപ്പെട്ട് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധവും, അതേപോലെ ദൈവം ഒരു വാഗ്ദത്തത്തോടു കൂടിയ ഒരു അനുഗ്രഹം നിങ്ങള്, അതായത് മക്കള് മാതാപിതാക്കളെ മാനിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്താൽ അവർക്ക് ദീർഘായുസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ള ആ വാഗ്ദത്തം ഈ 5-ാമത്തെ കൽപ്പനയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും അത് മക്കൾ എന്ന നിലയിലും മാതാപിതാക്കൾ എന്ന രീതിയിലും നമുക്ക് ഇന്ന് കൂടുതൽ പ്രയോജനകരമാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഇന്നത്തെ ക്ലാസ് കൈകാര്യം ചെയ്യുവാനായിട്ട് എന്തുകൊണ്ടും എന്താ പറയാ, യോഗ്യൻ എന്ന് പറയാം, ആ രീതിയില് പര്യാപ്തനായ വ്യക്തിയാണ് പ്രിയ ജോർജ് ഇരുമ്പൻ സഹോദരൻ. കാരണം മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ധാരാളം അംഗങ്ങളുള്ള ഒരു വലിയ കുടുംബത്തിന്റെ ഒരു നേതാവ്, ലീഡർ എന്ന രീതിയിൽ ധാരാളം എക്സ്പീരിയൻസും അതുപോലെ ധാരാളം കാര്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുവാനും കഴിയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമുക്ക് പ്രിയ സഹോദരനോട് നമുക്ക് കേൾക്കാം. അതിനായിട്ട് പ്രിയ സഹോദരനെ ഈ ക്ലാസ് കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ക്ഷണിക്കുക. ദൈവത്തിന്റെ നാമം മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. ജീവനും ജീവിതവും പഠന പരമ്പര എന്തായാലും നമ്മുടെ ഇടയിൽ വളരെ നല്ലൊരു സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ധാരാളം പേര് ഈ പഠനത്തിലൂടെ ഉത്സാഹം പ്രാപിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചർച്ച ചെയ്യുകയും തങ്ങളുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ കാതൽ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കാൻ അനുഗ്രഹമായി തീരുകയും ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പഠന വിഷയം 5-ാം കൽപ്പനയാണ്. അതിനകത്ത് മാതാപിതാക്കളും മക്കളും അവരുടെ ബന്ധങ്ങൾ ശിഥിലമാവുകയാണോ എന്നൊരു ചോദ്യമാണ് സംഘാടകരെ ചോദിച്ചിരിക്കുന്നത്. ടിം കെല്ലർ എന്ന ഒരു ക്രിസ്തീയ നേതാവിന്റെ ഒരു പ്രസ്താവന ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കാം. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിൽ നിന്നാണ് സമൂഹത്തിലെ വിവിധങ്ങളായ അധികാരങ്ങളെ ബഹുമാനിക്കുന്നതിനുള്ള അടിസ്ഥാനം നമുക്ക് ലഭിക്കുന്നത്. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിൽ നിന്നാണ് സമൂഹത്തിലെ വിവിധങ്ങളായിട്ടുള്ള അധികാരങ്ങളെ ബഹുമാനിക്കാനായിട്ടുള്ള പരിശീലനം അല്ലെങ്കിൽ അടിസ്ഥാനം നമുക്ക് കിട്ടുന്നത്. ഇറ്റ് ഈസ് റെസ്പെക്ട് ഫോർ പേരൻസ് ദാറ്റ് ഇസ് ദ ബേസിസ് ഫോർ every other kind of respect and every other kind of authority. ഇപ്പോ അധികാരത്തെ ബഹുമാനിക്കുക എന്നുള്ളത് തന്നെയാണ് ബന്ധങ്ങളുടെ പുറകിലുള്ള അടിസ്ഥാനവും. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നിടത്താണ് മക്കളും മാതാപിതാക്കളും തമ്മിൽ നല്ല ബന്ധമുണ്ടാകുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ഈ 5-ാം കൽപ്പന 2-3 സ്ഥലത്ത് നാം വായിക്കുന്നുണ്ട്. പുറപ്പാടിലുണ്ട്, ആവർത്തനത്തിലുണ്ട്, പിന്നെ എഫേസ്യ ലേഖനത്തിലും നാം വായിക്കുന്നു. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഊന്നൽ കൊടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം
നമുക്ക് എഫെസ്യ ലേഖനത്തിലെ വാക്യം വായിക്കാം. നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാണ്. മാതാപിതാക്കളെ ബഹുമാനിച്ച നന്മയുണ്ട്. നിനക്ക് നന്മയുണ്ടാകും, നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിക്കും. ദീർഘായുസ് എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമായിട്ടാണ് പഴയ നിയമത്തിൽ പ്രത്യേകിച്ചും നാം വായിക്കുന്നത്. എന്നാൽ അതേ സമയം തന്നെ മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കുന്നവർക്കുള്ള ശക്തമായിട്ടുള്ള ശിക്ഷണ നടപടിയെ കുറിച്ചും ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്. പുറപ്പാടിൽ നാം വായിക്കുന്നത് ഒരു വാക്യം ഇങ്ങനെയാണ്: തന്റെ അപ്പനെയോ അമ്മയെയോ അടിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. തന്റെ അപ്പനെയോ അമ്മയെയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. ദൈവം ഈ കൽപ്പനയെ എത്ര ഗൗരവമായി കാണുന്നു എന്നാണ് ഈ വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. പുതിയ നിയമത്തില് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിനെ സംബന്ധിച്ച് അധികം ആരും ശ്രദ്ധിക്കാത്ത 2 വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കാം. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 5-ാം അധ്യായം 4-8 വാക്യങ്ങൾ. വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാരുണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ. അത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകും. തനിക്കുള്ളവർക്ക് പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിരുന്നു. 7 തലക്കെട്ടുകളിൽ ഈ വിഷയം ചർച്ച ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. സമയത്തിന്റെ ലഭ്യത അനുസരിച്ച് ഈ വിഷയങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. 1, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് എങ്ങനെ? 2, മാതാപിതാക്കൾക്ക് മക്കളോട് ഉള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെ? 3, ബൈബിളിൽ നിന്നുള്ള 3 ഉദാഹരണങ്ങൾ. 4, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിൽ ചില പരിധികൾ. 5, 5-ാം കൽപ്പനയും പാരമ്പര്യവും. 6, 5-ാം കൽപ്പനയും യേശുക്രിസ്തുവും. 7, 5-ാം കൽപ്പനയും മക്കളുടെ പ്രവാസ ജീവിതവും. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് എങ്ങനെയാ? മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിന്റെ ആദ്യത്തെ പടി നമുക്കറിയാം. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവരെ അനുസരിക്കുക എന്നുള്ളതാണ്. എന്റെ സന്ദേശം കേൾക്കുന്നതില് എത്ര പേര് കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും ഇത് നമുക്ക് നന്നായി അറിയാം. നമ്മുടെ മക്കളോട് നാം ഇടപെടുന്ന സമയത്ത് അവരനുസരിക്കണം. അതാണ് നാം അവരിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. എന്നാൽ മക്കള് ഈ കാര്യങ്ങളെ അതിന്റെ ഗൗരവത്തിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ മുതിർന്നതിന് ശേഷം മാതാപിതാക്കളെ ബഹുമാനിക്കാനായിട്ട് ഉത്തരവാദിത്തമുള്ള അനേകരാണ് ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അവരോട് ക്ഷമിക്കുക. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഇതാണ്. വാസ്തവത്തിൽ എല്ലാം തികഞ്ഞ മാതാപിതാക്കൾ ആരും തന്നെയില്ല. അവർക്ക് തന്നെയും തങ്ങൾ മാതാപിതാക്കളായിരിക്കുന്ന സമയത്ത് മക്കളോട് വേണ്ട വിധത്തിൽ ഇടപെട്ടു എന്നുള്ള ഒരു ധൈര്യം ഇല്ല, എനിക്കില്ല. മക്കളെ സംബന്ധിച്ച് അമിത പ്രത്യാശ വയ്ക്കുക, അവരെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന വിധം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക, ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ മിക്കവാറും മാതാപിതാക്കൾ
തങ്ങളുടെ മക്കളോട് ചെയ്തിട്ടുണ്ട്. ഈ അനുഭവങ്ങൾ മൂലം മാതാപിതാക്കളോട് കയ്പും പിണക്കവും പലപ്പോഴും പ്രതികാര ചിന്തയും ഉള്ളവരാണ് പല മക്കളും. എന്നാൽ അവരോട് ക്ഷമിക്കുകയാണ് അവരെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് നാം ചെയ്യേണ്ടത്. ഇതെങ്ങനെ സാധിക്കുമെന്നുള്ള ചോദ്യമുണ്ട്. ദൈവത്തിന്റെ കൃപ തന്നെ നമുക്ക് വേണം. നമ്മുടെ എത്രയോ ഗൗരവമായിട്ടുള്ള പാപങ്ങൾ ക്ഷമിച്ചതെന്ന കർത്താവ് ഈ വിഷയത്തിൽ മാതാപിതാക്കളോട് ക്ഷമിച്ചു കൊടുക്കാനായിട്ടുള്ള കൃപ നമുക്ക് നൽകും. അതിനുവേണ്ടി നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലാം. മൂന്നാമത്തെ കാര്യം, അവരെ കുറിച്ച് നല്ലത് സംസാരിക്കുക. അവരെ കുറിച്ച് നല്ലത് സംസാരിക്കാനായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്ന് മാത്രമല്ല, നല്ലത് സംസാരിച്ചാൽ മാത്രം പോരാ, അവരെ കുറിച്ച് മോശമായത് സംസാരിക്കാതിരിക്കുകയും വേണം. പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് വലിയ ഉത്സാഹം, കുറ്റം പറയാനായിട്ടുള്ള പ്രവണത നമുക്കുണ്ട്. എന്നാൽ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ കുറ്റങ്ങൾ പറയാതിരിക്കുക. നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ സഹോദരങ്ങളോട് ഒന്നും അവരെ കുറിച്ചുള്ള കുറ്റങ്ങൾ പ്രത്യേകിച്ചും പറയാതിരിക്കുക. റോമർ 13:7 നാം വായിക്കുന്നത് എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പിൻ എന്നാണ്. അതിൽ മാനം കാണിക്കേണ്ടുന്നവന് മാനം കാണിക്കണം എന്ന് നാം വായിക്കുന്നു. മാതാപിതാക്കളെ മാനിക്കുന്നവര് മാതാപിതാക്കളുടെ കുറ്റം പറഞ്ഞ് നടക്കുമോ? ഇങ്ങനെ കുറ്റം പറയുമ്പോൾ അത് അവരെ ശപിക്കുന്നതിന് തുല്യമാണ് എന്ന് ഓർക്കുക. മാതാപിതാക്കളെ ശപിക്കുന്നവർക്ക് ബൈബിൾ മരണശിക്ഷയാണ് വെച്ചിരിക്കുന്നത് എന്ന് നാം ഓർക്കുക. എത്ര ഗൗരവമായിട്ട് ദൈവം ഇതിനെ കാണുന്നു എന്ന് നാം ഇവിടെ മനസ്സിലാക്കുന്നു. മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് അവരിൽ നിന്ന് ലഭിച്ച നന്മകളെ കുറിച്ച് സംസാരിക്കുന്നത് നല്ലതാണ്. അത് അവരെ മാനിക്കുന്നതിന്റെ ഭാഗമാണ്. അപ്പനാണ് എന്നെ ഇങ്ങനെ ചെയ്യാനായിട്ട് പഠിപ്പിച്ചത്, അപ്പനാണ് ഈ കാര്യം എന്നെ പരിശീലിപ്പിച്ചത്, അമ്മയാണ് എന്നെ ഈ കറിയൊക്കെ വെക്കാൻ പഠിപ്പിച്ചത് എന്നൊക്കെ അവര് മാത്രമല്ല മറ്റാളുകളും നിൽക്കേ അവരുടെ മുന്നിൽ വെച്ച് പറയാൻ സാധിച്ചാൽ അതൊരു നല്ല കാര്യമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. 4, അവരുടെ ആലോചന ചോദിക്കുക. ജീവിതത്തിലെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ അവരോട് ഉപദേശം ചോദിക്കുന്നത് അവരെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ്. ഇയ്യോബ് പറയുന്നത് കേൾക്കുക. വൃദ്ധന്മാരുടെ പക്കൽ ജ്ഞാനവും വയോധികന്മാരിൽ വിവേകവുമുണ്ട്. കൂടുതൽ കാലം ജീവിച്ചിരുന്നവർക്ക് അവരുടെ അനുഭവജ്ഞാനം പകർന്നു നൽകാനായിട്ട് സാധിക്കും. എല്ലാ ഉപദേശങ്ങളും അതേപോലെ സ്വീകരിക്കണമെന്നല്ല, എന്നാൽ പല ഉൾക്കാഴ്ചകളും പകർന്നു നൽകാനായിട്ട് അവർക്ക് സാധിക്കും. 5, അവരുടെ ശക്തി ക്ഷയിക്കുമ്പോൾ അവരെ പിന്തുണയ്ക്കുക. ഇവിടെ 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, വാർദ്ധക്യത്തിൽ അവരുടെ ശാരീരിക മാനസിക കഴിവുകൾ ക്ഷീണിച്ചു പോകുന്ന സമയത്ത് അവരുടെ കൂടെ ഇരിക്കുകയും അവർക്ക് വേണ്ട വൈദ്യസഹായം എത്തിക്കുകയും അവരെ സഹതാപത്തോടു കൂടി സഹായിക്കുകയും ചെയ്യുക. 2, സാമ്പത്തിക കാര്യങ്ങളിൽ അവരെ സഹായിക്കുക. ഇന്നത്തെ സമൂഹത്തിൽ മുതിർന്ന പൗരന്മാർ അനുഭവിക്കുന്ന വെല്ലുവിളികൾ, പ്രത്യേകിച്ചും അടുത്ത തലമുറയിൽ നിന്നുള്ള അവഗണനകൾ, അതിനെക്കുറിച്ചുള്ള കഥകൾ നാം ധാരാളം കേൾക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഇടയിൽ അത് സംഭവിക്കാതിരിക്കട്ടെ. 2ാമത്തെ തലക്കെട്ടിലേക്ക് വരാം.
മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ഉത്തരവാദിത്തം. ഇവിടുത്തെ ചോദ്യം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ ശിഥിലമാവുകയാണോ എന്നാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഏത് ബന്ധങ്ങളും ടൂ വേ ട്രാഫിക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്തമുണ്ട്. മാതാപിതാക്കൾക്ക് മക്കളോടും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ഈ വിഷയത്തിൽ ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ജെയിംസ് ടോപ്സിന്റെ അഭിപ്രായം ഞാൻ പറയാം. മാതാപിതാക്കൾ മക്കൾക്ക് 2 കാര്യങ്ങൾ കൊടുക്കണം. ഒന്ന്, ഉപാധിയില്ലാത്ത സ്നേഹം കൊടുക്കണം. 2, മാറ്റമില്ലാത്ത മൂല്യങ്ങളും അവർക്ക് കൊടുക്കണം. മക്കളെ സ്നേഹിക്കുന്നതിൽ, ഉപാധിയില്ലാതെ അവരെ കൈക്കൊള്ളുന്നതിൽ സ്വർഗത്തിലെ ദൈവമാണ് നമ്മുടെ മാതൃക. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ എത്ര പ്രാപിച്ചു. ദൈവം നമ്മെ ഉപാധിയില്ലാതെ സ്നേഹിക്കുന്നു. നമ്മുടെ കുറവുകളോ വീഴ്ചകളോ ഒന്നും പരിഗണിക്കാതെ നമ്മെ കൈക്കൊണ്ടിരിക്കുന്നു. ആ വിധത്തിൽ നമ്മുടെ മക്കളെ കൈക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മക്കളെ കുറിച്ച് സങ്കീർത്തനം 127:3 പറഞ്ഞിരിക്കുന്നത് മക്കൾ ആരാണെന്നാ? യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവ നൽകുന്ന പ്രതിഫലവുമാണ്. മക്കളെ നൽകുന്നത് ദൈവമാണ്. മക്കളെ കുറിച്ച് ഞാൻ പറയുന്നത്, അവർ സ്വർഗത്തിൽ നിന്ന് വന്ന വിരുന്നുകാരാണ്. അവര് നമ്മുടെ വീടിനെ മോടി പിടിപ്പിക്കും. വിരുന്നുകാരാന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്തെന്നറിയോ? കുറച്ചു നാളെ അവര് വീട്ടിലുണ്ടാവുള്ളൂ. പിന്നെ ഒരു വിരുന്നുകാരുടെ ശ്രേഷ്ഠത നാം പരിഗണിച്ച് അവരെ സ്വീകരിക്കില്ലേ? അവരെവിടുന്നാ വന്നത്? സ്വർഗത്തിൽ നിന്ന് വന്നവരാണ്. കുറച്ചു കഴിഞ്ഞാൽ അവർ പിരിഞ്ഞു പോകും. അതിനു മുമ്പ് അവർക്ക് കൊടുക്കേണ്ടതൊക്കെ നമ്മൾ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മക്കൾക്ക് മൂല്യങ്ങൾ കൊടുക്കുക. ഹൈഡ് ഓർ സീക്ക് എന്നൊരു പുസ്തകം ജെയിംസ് ടോപ്സ് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം മൂല്യങ്ങളെ സംബന്ധിച്ചാണ്. ലോകത്തിൽ 2 സെറ്റ് മൂല്യങ്ങളുണ്ട്. ഒന്ന്, ലോകപ്രകാരമുള്ള മൂല്യങ്ങളും 2, ദൈവവചന പ്രകാരമുള്ള മൂല്യങ്ങൾ. ലോകപ്രകാരമുള്ള മൂല്യങ്ങളാണ് സകല മനുഷ്യരുടെയും കയ്യിലുള്ളത്. നമ്മുടെ കയ്യിലും വലിയൊരളവിൽ അതാണ് കയ്യിലിരിക്കുന്നത്. ലോകം മാനിക്കുന്ന മൂല്യങ്ങൾ ഏതൊക്കെയാ? സൗന്ദര്യം, കായിക ശേഷി, ബുദ്ധിവൈഭവം, സാമ്പത്തിക ഉന്നതി, ഇതൊക്കെയല്ലേ? അങ്ങനെയുള്ള ആളുകളെയല്ലേ നമുക്ക് ബഹുമാനം. എന്നാൽ ഈ മൂല്യങ്ങൾക്കുള്ള ഒരു പ്രശ്നം, ഒന്നാമത് ഇത് താൽക്കാലികമാണ്. ഇന്നത്തെ സൗന്ദര്യം നാളെ ഇല്ല, ഇന്നത്തെ കായിക ബലം നാളെ ഇല്ല, ഇന്നത്തെ പണം നാളെ ഇല്ല. രണ്ടാമത്തെ ബലഹീനത, ഇതെല്ലാവർക്കും ഒരേപോലെ കിട്ടുന്നതല്ല. എല്ലാവർക്കും ഒരേപോലെ കിട്ടുകയില്ല. എല്ലാവർക്കും സൗന്ദര്യം ഉണ്ടോ? എല്ലാവർക്കും കായിക ശേഷിയുണ്ടോ? എല്ലാവർക്കും ബുദ്ധിവൈഭവം ഉണ്ടോ? എന്നാൽ ഈ മൂല്യങ്ങളല്ല മക്കൾക്ക് കിട്ടേണ്ടത്. ഈ സമൂഹം മുഴുവൻ പിടിച്ചു വെച്ചിരിക്കുന്ന ഈ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ ദൈവിക മൂല്യങ്ങൾ, വചനപ്രകാരമുള്ള മൂല്യങ്ങൾ മക്കൾക്ക് കൊടുക്കാനായിട്ട് നാം ശ്രദ്ധിക്കണം. എന്താണ് ദൈവവചന പ്രകാരമുള്ള മൂല്യങ്ങൾ? സത്യം. സത്യത്തിന് വേണ്ടി നിൽക്കാൻ അവരെ പഠിപ്പിക്കുന്നു. സ്നേഹം, കരുണ, അനുകമ്പ തുടങ്ങിയ കാര്യങ്ങൾ. 3, അനുസരണം. അനുസരണത്തിന് മൂല്യം കൊടുക്കാനായിട്ട് അവരെ പഠിപ്പിക്കുന്നു. 4, അച്ചടക്കം. 5, കഠിനാധ്വാനശീലം.
ഈ മൂല്യങ്ങളുടെ പ്രത്യേകത എന്തെന്നറിയാം? ഇവ ശാശ്വതങ്ങളാണ്, എല്ലാ കാലത്തും പറ്റിയതാണ്, എല്ലാവർക്കും പറ്റിയതാണ്. ഇവ മക്കൾക്ക് പകർന്നു കൊടുത്താൽ അവർ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരായി തീരും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബൈബിളിൽ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ഉത്തരവാദിത്വത്തെ സൂചിപ്പിക്കുന്ന ധാരാളം വാക്യങ്ങളുണ്ട്. ആവർത്തനം 6:4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലെ കേൾക്കാൻ യഹോവ നമ്മുടെ ദൈവമാകുന്നു എന്ന് തുടങ്ങുന്ന വേദഭാഗത്ത് ദൈവത്തെ സ്നേഹിക്കാനും ദൈവിക ചട്ടങ്ങളിൽ മക്കളെ അഭ്യസിപ്പിക്കാനുമുള്ള പ്രബോധനം നാം വായിക്കുന്നു. മറ്റു വാക്യങ്ങൾ ധാരാളമുണ്ട്. സദൃശവാക്യങ്ങൾ 22:6 നമുക്ക് പരിചയമുണ്ട്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ 2-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ ഒരു അപ്പൻ തന്റെ മക്കൾക്ക് കൊടുക്കുന്ന പ്രബോധനങ്ങൾ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഒരു വിഷയം ഒഴിവാക്കാതെ എല്ലാ കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോ ഇതെങ്ങനെ മക്കളെ അഭ്യസിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു പരിപാടി ഓരോ വീട്ടിലും വേണം. ചിട്ടയായിട്ടുള്ള ഒരു കുടുംബാരാധനയാണ് ഇതിന് പറ്റിയ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള രീതി. എത്ര വീടുകളിൽ, എന്നെ കേൾക്കുന്ന എത്ര വീടുകളിൽ ചിട്ടയായിട്ടുള്ള ഒരു കുടുംബാരാധന ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ചേർന്നിരുന്ന് കഴിയുന്നതും രാവിലെ തന്നെ ഒരുമിച്ചിരുന്ന് ദൈവവചനത്തിൽ നിന്നുള്ള പാഠങ്ങൾ തുടർമാനമായിട്ട് പഠിക്കുകയും ചർച്ച ചെയ്യുകയും അന്നത്തെ ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്ന സമയം എത്ര നല്ലതാണ്. ഈ പാഠങ്ങൾ പഠിപ്പിക്കാനായിട്ട് മക്കൾക്ക് പകർന്നു കൊടുക്കാനായിട്ട് ഈ സമയങ്ങൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മാതാപിതാക്കളുടെ ഭാഗത്ത് പിന്നീട് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നല്ല മാതൃക കാണിക്കുക എന്നുള്ളതാണ്. നേര് പറഞ്ഞാൽ മക്കൾ തങ്ങളുടെ മൂല്യങ്ങൾ കിട്ടുന്നതും അവരുടെ ജീവിത ദർശനം പ്രാപിക്കുന്നതും അവരുടെ മാതാപിതാക്കളുടെ ജീവിതം കണ്ടുകൊണ്ടാണ്. പൂർണമായ ഒരു കുടുംബാന്തരീക്ഷം നമ്മൾ ഒരുക്കി കൊടുക്കണം. അപ്പനും അമ്മയും തമ്മിൽ സ്നേഹത്തിൽ നല്ല ഹൃദയൈക്യത്തോടു കൂടി കഴിയുന്ന ഒരു വീട്ടിലെ മക്കൾ ദൈവഭയമുള്ളവരും നല്ല മൂല്യമുള്ളവരും ദൈവത്തെയും അധികാരങ്ങളെയും ബഹുമാനിക്കുന്നവരുമായി തീരും. നേരെ പറഞ്ഞാൽ ഈ അനുസരണം അല്ലെങ്കിൽ ബഹുമാനം എന്നൊക്കെ പറയുന്നത് സ്നേഹത്തിന്റെ ഒരു പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. ഒരാളോട് ബഹുമാനം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ അനുസരിക്കാൻ എളുപ്പമാണ്. ബഹുമാനം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ബഹുമാനം അർഹിക്കാത്തവർക്കും അവരെ ദൈവമാണ് ആക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി അവരെ മാനിക്കണം എന്നുള്ളത് വാസ്തവം. എന്നാൽ അവരുടെ സ്വഭാവം കൊണ്ട് തന്നെ അവര് വളരെ ബഹുമാനിതരാണെങ്കിൽ അല്ലെങ്കിൽ ബഹുമാനം അർഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ബഹുമാനിക്കാൻ, അവരെ അനുസരിക്കാൻ എളുപ്പമായി തീരും. മാതാപിതാക്കളുടെ മൂല്യങ്ങളാണ് മക്കൾ പഠിക്കുന്നത്, അവർക്ക് കിട്ടുന്നത്. കള്ളത്തരം കാണിക്കരുതെന്ന് മാതാപിതാക്കൾ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, അവരുടെ ജീവിതത്തിലും അത് അവർ പരിശീലിക്കുന്നവരായിത്തീരും.
ജെയിംസ് ടോപ്സന്റെ ജീവിതത്തിൽ നിന്നുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ എന്റെ മനസ്സിൽ വരുന്നുണ്ട്. ഒരു കാര്യം മാത്രം പറയാം. അദ്ദേഹം ഇങ്ങനെ ഫാമിലി സെമിനാറുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ ഈ വലിയ പ്രമാണങ്ങളൊക്കെ പ്രസംഗിക്കുന്നില്ലേ, നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളുടെ മക്കളോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലേ? നിങ്ങൾ എപ്പോഴും ഈ തികഞ്ഞ ഈ പ്രമാണങ്ങൾ അനുസരിച്ച് സ്നേഹത്തിലും സൗമ്യതയിലും കോപിക്കാതെയൊക്കെയാണോ ജീവിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഒരു ബ്ലാക്ക് സൺഡേയുടെ കഥ ഞാൻ പറയാം എന്ന് പറഞ്ഞു. ഇപ്പൊ ബ്ലാക്ക് സൺഡേയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാല്, ഒരു ശനിയാഴ്ച വൈകിട്ട് ജെയിംസ് ടോപ്സണും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉറങ്ങാൻ പോകാൻ ലേറ്റായി. ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റപ്പോ അതേപോലെ തന്നെ വീണ്ടും ലേറ്റായിട്ട് എഴുന്നേറ്റു. ഇപ്പൊ ഞായറാഴ്ച സഭായോഗത്തിന് പോകണ്ടേ, തിരക്ക് പിടിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഭാര്യ അടുക്കളയില് കറിയും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി, ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ കൂട്ടത്തില് 2 മക്കളാണ് അവർ, ചെറിയ മക്കളാണ്. അപ്പോ ചെറിയ മോനെ ഡ്രസ്സ് ചെയ്യിച്ച് ആദ്യം തന്നെ കുളിപ്പിച്ച് ഡ്രസ്സ് ചെയ്യിച്ച് അവനെ വിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോ അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാല്, ഒരു 4-5 വയസ്സ് പ്രായമുള്ള മകനായിരുന്നു. അവൻ മുറ്റത്ത് പോയി മണ്ണില് കളിച്ച് ആകെ കുളവാക്കി. നേരെ വൈകി ജെയിംസ് ടോപ്സൺ വളരെ വഴക്കുണ്ടാക്കി, ശബ്ദം ഉയർത്തി. ഈ മോനെ വീണ്ടും തുടക്കം തൊട്ട് കുളിപ്പിച്ച് പുതിയ ഡ്രസ്സ് ഇടിയിച്ച് അവർക്ക് പോകേണ്ടി വന്നു. സൺഡേ മീറ്റിങ്ങിന് പോകാനായിട്ട് ലേറ്റായി. അപ്പോ ഭാര്യ വഴക്ക് പറഞ്ഞു, മക്കളെ വഴക്ക് പറഞ്ഞു. അദ്ദേഹം ജെയിംസ് ടോപ്സൺ അതിനെ കുറിച്ച് പറയുന്നത്, എത്ര കൂടിയ പ്രാപ്തിയുള്ള ഒരു പ്രസംഗകന്, ഒരു പാസ്റ്റർക്ക് അന്ന് ഞങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് ഞങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കാത്ത വണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളിൽ അത്രയേറെ സങ്കടവും കോപവും പിണക്കവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അവർ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം അന്ന് വൈകുന്നേരം സംഭവിച്ച കാര്യമാണ്. അവര് എല്ലാവരും കൂടി മേശയിൽ ഒരു മീറ്റിംഗ് വിളിച്ചു. ചായ കുടിക്കാൻ ഇരുന്നതായിരിക്കും. ജെയിംസ് ടോപ്സൺ പറഞ്ഞു, ഇന്ന് രാവിലെ സംഭവിച്ച കാര്യങ്ങളെ എന്റെ ഭാഗത്ത് വളരെ തെറ്റുപറ്റിയിട്ടുണ്ട്. ഞാൻ ക്ഷമ ചോദിക്കും. ഓരോരുത്തർക്കും അവരുടെ ഭാഗത്തു നിന്നുള്ള അനുഭവങ്ങൾ പറയാം എന്ന് പറഞ്ഞു. അപ്പൊ ഓരോരുത്തരും തങ്ങളുടെ അനുഭവം പറഞ്ഞു. മോൻ പറഞ്ഞു, എന്നെ വഴക്ക് പറഞ്ഞു. ഭാര്യ പറഞ്ഞു, എന്നോട് വളരെ കോപിച്ച് സംസാരിച്ചു. ജെയിംസ് ടോപ്സൺ അതിനൊക്കെയും ന്യായീകരണം പറഞ്ഞില്ല, പിന്നെ ക്ഷമ ചോദിച്ചു. അപ്പൊ നമ്മുടെ ശൈലിയില് മക്കള് നമ്മുടെ കുറവുകളും കുറ്റങ്ങളും ചൂണ്ടിക്കാണിച്ചാൽ അതിനെ ഏറ്റുപറയാനായിട്ടും സോറി അപ്പന് തെറ്റുപറ്റി എന്ന് പറയാൻ, അല്ലെ അമ്മയ്ക്ക് തെറ്റുപറ്റി എന്ന് പറയാനായിട്ടുള്ള സ്പിരിറ്റ് പലപ്പോഴും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം. അടുത്തതായിട്ട് ബൈബിളിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ നമുക്ക് ഓടിച്ചു നോക്കാം. ഹന്ന, എൽക്കാന, ശമൂവേൽ, അവരെ കുറിച്ച് 2 വാക്യം വായിക്കാം. ശമൂവേൽ എന്ന ബാലനോ പഞ്ഞിനീർ കൊണ്ടുള്ള അങ്കി ധരിച്ച് യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോകും. അവന്റെ അമ്മ ആണ്ടുതോറും ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി തന്റെ ഭർത്താവിനോട് കൂടെ വർഷാന്തര യാഗം കഴിപ്പാൻ വരുമ്പോൾ അവനെ കൊണ്ടുവന്ന് കൊടുക്കും. മറ്റൊരു വാക്യം, ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു.
ഇവിടെ 2 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ശമൂവേൽ 5-ാം കൽപ്പന അനുസരിച്ചു എന്ന് നാം പറയും. ഈ അനുസരണത്തിൽ ഹന്നയ്ക്കും എൽക്കാനയ്ക്കും എന്ത് പങ്കുണ്ടായി? തീർച്ചയായിട്ടും അവരുടെ പ്രാർത്ഥനയും അവരുടെ പരിശീലനവും സ്നേഹവും ഈ കാര്യത്തിൽ സഹായിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കും. എന്നാൽ അതേ വീട്ടിൽ താമസിച്ചിരുന്ന ഏലിയുടെ വീട്ടിലല്ലേ ശമൂവേൽ വളർന്നത്? ഏലിയുടെ 2 മക്കളെ കുറിച്ചോ നമ്മൾ എന്താ വായിക്കുന്നത്? തിരുനിവാസത്തിൽ ഞാൻ കൽപ്പിച്ചിട്ടുള്ള തിരുനിവാസത്തിൽ അർപ്പിപ്പാൻ ഞാൻ കൽപ്പിച്ചിട്ടുള്ള എന്റെ യാഗവും വഴിപാടും നിങ്ങൾ ചവിട്ടുകയും എന്റെ ജനമായ ഇസ്രായേലിന്റെ എല്ലാ വഴിപാടുകളിലും പ്രധാന ഭാഗം കൊണ്ട് നിങ്ങളെ തന്നെ കൊഴുപ്പിപ്പാൻ തക്കവണ്ണം നീ നിന്റെ പുത്രന്മാരെ എന്നെക്കാൾ ബഹുമാനിക്കുകയും ചെയ്യുന്നത് ഏലിയോടുള്ള ചോദ്യമാണ്. ഒരു വാക്യം കൂടി വായിക്കാം. അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവൻ അവരെ ശാസിച്ച് അമർത്തായക കൊണ്ട് ഞാൻ അവന്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കും എന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. ഏലിയുടെ കുടുംബത്തിന് എന്ത് സംഭവിച്ചു? ആ മക്കൾ ദൈവത്തെയും മാതാപിതാക്കളെയും ബഹുമാനിക്കുന്നവരായിരുന്നു. ഈ മക്കൾ ഇങ്ങനെ വളരാനായിട്ട് എന്തായിരുന്നു കാരണം? അവസാനം ഹോഫ്നിക്കും ഫിനെഹാസിനും എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം. ദാവീദിനെ കുറിച്ചും കൂടി ഒരു വാക്ക് പറയാം. ദാവീദിന് 3 മക്കള് ദുർമരണം അനുഭവിക്കുന്നു. അദോനിയാവ്, അമ്നോൻ, അബ്ശാലോം. ഈ 3 മക്കളുടെ കാര്യത്തിലും അവർക്ക് ദുർമരണങ്ങൾ സംഭവിക്കത്തക്ക വിധത്തിൽ കാര്യങ്ങൾ നീങ്ങിയത് എന്തുകൊണ്ടാണ്? ദാവീദിന്റെ തന്നെ സ്വന്തം ജീവിതത്തിലെ പരാജയങ്ങൾ കൊണ്ടാണ് എന്ന് നമുക്ക് അറിയാം. എന്നാൽ ദാവീദിന് ശലോമോൻ എന്നൊരു മകനുണ്ടായി. ബത്ശേബയിൽ ജനിച്ച 2ാമത്തെ മകൻ. ഈ ശലോമോനെ കുറിച്ച് നാം വായിക്കുന്നത് എന്താണ്? അവൻ ജ്ഞാനികളുടെ ജ്ഞാനിയായിരുന്നു. ദൈവം ദാവീദിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരം തന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ തനിക്ക് നൽകിയ മകനാണ്. എന്തുകൊണ്ടാണ് ദാവീദിന്റെ ഭാഗത്ത് ഇത്രയും വീഴ്ച വന്നിട്ടും ഇങ്ങനെ ഒരു നല്ല മകനെ ദാവീദിന് ലഭിച്ചത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ട ചോദ്യമാണ്. ഒരു പ്രധാന ഉത്തരം മാനസാന്തരം, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള മാനസാന്തരം ദാവീദിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. നാഥാൻ പ്രവാചകൻ വന്ന് ആ മനുഷ്യൻ നീയാകുന്നു എന്ന് പറഞ്ഞപ്പോ, ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ദാവീദിന്റെ തകർച്ച ദൈവം പരിഗണിച്ചു. അതുമാത്രമല്ല, ദൈവം ദാവീദിന് കൊടുത്ത വാഗ്ദത്വവും ദൈവം ഓർത്തു എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ല മക്കള് ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് നല്ല മക്കൾ, അനുസരണമുള്ള മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന, ദൈവാനുഗ്രഹം ലഭിക്കുന്ന മക്കൾ നമുക്ക് ലഭിക്കണമെങ്കിൽ അതിനകത്ത് മക്കൾക്ക് മാത്രമല്ല ഉത്തരവാദിത്വം, മാതാപിതാക്കൾക്കും വലിയ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചത്. ഇനിയും അടുത്തതായിട്ട് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിൽ ചില പരിധികളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് ശിഷ്യത്വം സംബന്ധിച്ചാണ്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം ഇങ്ങനെയാണ്: എന്റെ അടുക്കൽ വരികയും
അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരങ്ങളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പയക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. യേശുവിന്റെ പിന്നാലെ വരാൻ, ശിഷ്യനായിട്ട് വരാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയോട് യേശു പറയുന്ന മറുപടി കേട്ടത് നമുക്ക് ഓർമ്മയില്ലേ? ഞാൻ വീട്ടിൽ പോയിട്ട് അപ്പനോടും അമ്മയോടും സമ്മതം വാങ്ങിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോ ദൈവം കർത്താവ് അതിന് അനുമതി കൊടുത്തില്ല എന്നുള്ള കാര്യം നാം ചിന്തിച്ചില്ലേ? കരപ്പയ്ക്ക് കൈവച്ചതിന് ശേഷം പിന്തിരിഞ്ഞ് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്നാണ് കർത്താവിന്റെ മറുപടി. ഇവിടെ ഊന്നൽ സ്നേഹത്തിന്റെ മുൻഗണനാക്രമത്തിലാണ്. യേശുവിനോടുള്ള സ്നേഹവും വിശ്വസ്തതയും പ്രഥമ സ്ഥാനത്ത് വരണം. സ്വന്തം മാതാപിതാക്കളുടെ താല്പര്യത്തിന് വിപരീതമായി യേശുവിനെ പിന്തുടരുന്നവർ നമ്മുടെ ഇടയിൽ തന്നെ ധാരാളമില്ലേ? എഫേസ്യർ 6:1 നാം വായിക്കുന്നത് എങ്ങനെയാണ്? മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കും, അത് ന്യായമല്ലോ. മാതാപിതാക്കളുടെ വിശ്വാസത്തിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതശൈലി, ഒരു വിശ്വാസ ജീവിതം സ്വീകരിച്ചവരാണ് നമ്മളിൽ അനേകരും. അത് ദൈവം മാനിക്കുന്ന ഒരു കാര്യമാണ്. അവിടുത്തെ അതേ സമയത്ത് തന്നെ മാതാപിതാക്കളെ മറ്റു കാര്യങ്ങളെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ നാം പരാജയപ്പെടരുത്. അവരോടുള്ള ബഹുമാനം വാസ്തവത്തിൽ കൂടുതൽ കാണിക്കാനായിട്ടാണ് ഇത് ഇടയാകേണ്ടത്. അവരോടുള്ള ഉത്തരവാദിത്വം കുറയുന്നില്ല, അവരുടെ വിശ്വാസം നാം കൈക്കൊള്ളുന്നില്ല എന്നുള്ളത് വേറെ വിഷയം. എന്റെ അപ്പച്ചൻ ഞാൻ വിശ്വാസത്തിൽ വന്ന കാലത്ത് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എടാ, അപ്പനെ അമ്മയെ അനുസരിക്കണമെന്ന് ബഹുമാനിക്കണമെന്ന് നിന്റെ ബൈബിളിൽ പറഞ്ഞിട്ടില്ലടാ. അത് വീട്ടിലത്തെ കുടുംബ പ്രാർത്ഥനയില് നേരിയോടുള്ള പ്രാർത്ഥനയൊക്കെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് സമ്മതിക്കാതിരുന്ന സമയത്താണ് ഞാൻ ഈ വാക്യം ഉദ്ധരിച്ചു. ഭയത്തോടുകൂടി മാതാപിതാക്കളെ കർത്താവിനനുസരിക്കാനാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പത്തിന് തിരിച്ചൊന്നും മറുപടി പറഞ്ഞില്ല. അപ്പത്തിന് അത് അംഗീകരിച്ചിട്ടാണോ അംഗീകരിക്കഴിഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. രണ്ടാമത്തെ ഒരു മേഖല, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ ഒരു വ്യത്യാസം വരുന്നൊരു മേഖല, ശിഷ്യത്വത്തിന് പോലെ തന്നെ വിവാഹ ബന്ധവും നാം പരിഗണിക്കും. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരുമെന്നല്ലേ നാം വായിക്കുന്നത്. വിവാഹശേഷം പുരുഷൻ പലപ്പോഴും വെല്ലുവിളി നേരിടുന്ന ഒരു മേഖലയാണ്. ഇതുവരെ തന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാതാപിതാക്കളായിരുന്നെങ്കിൽ ഇപ്പോൾ ഏറ്റവും അടുത്ത ബന്ധു തന്റെ പങ്കാളിയായിരിക്കും. പക്ഷെ ഇവിടെയും പ്രശ്നമുണ്ട്. ഈ പ്രസംഗിച്ചിട്ട് കാരണന്മാരുടെ കയ്യിൽ നിന്ന് വഴക്ക് കേട്ടിട്ടുണ്ട് എനിക്ക്. അത് മക്കളുടെ പരാജയം കൊണ്ടാണോ എന്ന് അറിഞ്ഞില്ല. അപ്പനെയും അമ്മയെയും വിട്ടുപിരിയുക എന്ന് പറഞ്ഞാൽ അപ്പനെയും അമ്മയെയും ഉപേക്ഷിക്കുക എന്നാണ് പല കാരണന്മാരും ആ പ്രസംഗമൊക്കെ കേട്ടപ്പോ മനസ്സിലാക്കിയത്. അവരോടുള്ള ബഹുമാനത്തിന് ഒരു കുറവും വരുന്നില്ല. അവരെ പരിഗണിക്കേണ്ട പോലെ പരിഗണിക്കുകയും അവർക്ക് കൊടുക്കേണ്ട നന്മ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യത്തിൽ ഒരിക്കലും വീഴ്ച വരുത്തരുത്. തന്റെ ബന്ധങ്ങളുടെ ക്രമീകരണത്തിൽ വ്യത്യാസം വരുന്നു. തന്റെ പങ്കാളി ഒന്നാം സ്ഥാനത്തേക്ക് കയറി നിൽക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെ. എന്നാൽ പങ്കാളിയോട് ചേർന്ന് സ്വന്തം മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ മാതൃക കാണിക്കേണ്ടതാണ്. അടുത്തതായി 5-ാം കൽപ്പനയും പാരമ്പര്യവും എന്ന വിഷയം ചർച്ച ചെയ്യാം. മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ
ഇന്നത്തെ കാലത്ത് വളരെ വിമുഖതയുണ്ട്, പ്രത്യേകിച്ചും വാർദ്ധക്യത്തിലുള്ളവര്. എന്നാൽ ഈ വിഷയം പുതിയ വിഷയമല്ല. യേശുക്രിസ്തുവിന്റെ കാലത്തും ഇതേ വിഷയം ഉണ്ടായിരുന്നു. അന്നത്തെ യഹൂദ റബിമാര് ഈ കൽപ്പന അനുസരിക്കാതെ അതിനെ മറുകട്ടം ചാടാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ ഭാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരുടെ ന്യായപ്രമാണ വ്യാഖ്യാനത്തിൽ ഒരു നിയമം കൂടി എഴുതി ചേർക്കുന്നു. എന്താണ്? നിനക്ക് വരാറുള്ളത് ഖുർബാൻ അല്ലെങ്കിൽ പള്ളിക്ക് കൊടുത്തു അല്ലെങ്കിൽ ദേവാലയത്തിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ മതി എന്നാണ് അവര് എഴുതി വെച്ച വ്യാഖ്യാനം. നമുക്ക് യേശുവിന്റെ വാക്കുകൾ തന്നെ കേൾക്കാം. മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങളോ ഒരുത്തൻ അപ്പനോട് എങ്കിലും അമ്മയോടെങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയും. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. കപടഭക്തിക്കാരെ, നിങ്ങളെ കുറിച്ച് യെശയ്യാവ് ഈ ജനം അധരം കൊണ്ട് തന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മാനുഷ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു. ബുദ്ധിമുട്ടുള്ള കൽപ്പനയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത്. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിന്റെ ഒരു പ്രധാന വിഷയം വാർദ്ധക്യത്തിലുള്ള അവരുടെ സംരക്ഷണമാണ്. ഇത് അനുസരിക്കാനായിട്ടുള്ള വിമുഖത കൊണ്ട് യേശുക്രിസ്തുവിന്റെ കാലത്ത് തന്നെ യഹൂദന്മാരെ സൂത്രപ്പണികൾ ഒപ്പിച്ച് വെച്ചിരുന്നു. യേശു അതിനെ വിമർശിക്കുന്നത്, അവരെ കുറ്റപ്പെടുത്തുന്നത് നമുക്കിവിടെ കാണാം. അപ്പൊ ഈ പശ്ചാത്തലത്തിൽ 2 ചിന്തകൾ പങ്കുവയ്ക്കാം. ഒന്നാമത്തെ കാര്യം, മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ള വിഷയത്തിൽ വാർദ്ധക്യത്തിലുള്ള അവരുടെ സംരക്ഷണവും അവർക്കുള്ള കരുതലും എന്നുള്ളൊരു വിഷയം ഒരു പ്രധാന വശമാണ്. ഒരുപക്ഷെ നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടോ എന്ന് എനിക്കറിയില്ല. മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മക്കളെ ഇത് ചെയ്യേ അത് ചെയ്യേ എന്നൊക്കെ പറയുമ്പോൾ, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് എന്നാണ് നമ്മിൽ പലരുടെയും ചിന്ത. നമ്മുടെ പലരുടെയും മാതാപിതാക്കൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ സാമ്പത്തിക സ്ഥിതിയിലും അവരുടെ ശാരീരിക ബലഹീനതയിലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഷയം അവരെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണോ, അത് നാം ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് എനിക്കിവിടെ ചോദിക്കാനായിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ കൽപ്പനയുടെ ലംഘനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ദൈവം അതിപ്രധാനമായിട്ടുള്ള ഒരു പ്രസ്താവന പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് പറഞ്ഞത്. യെശയ്യാവ് പറഞ്ഞ വാക്യമാണ്, ഈ ജനം മധുരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു എന്ന് കർത്താവ് ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ഇത് ഏത് കൽപ്പനയുടെ ലംഘനത്തിന്റെ പശ്ചാത്തലത്തിലാണ്? മാതാപിതാക്കൾക്ക് അവരുടെ വാർദ്ധക്യത്തിൽ വേണ്ട സംരക്ഷണമോ സാമ്പത്തിക സഹായമോ എത്തിക്കാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത്. അപ്പോ ചുരുക്കമായിട്ട് ഞാൻ പറയാം, ദൈവത്തെ ബഹുമാനിക്കുന്നവർ അത് പ്രകടമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാർഗം തങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കലാണ്. അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് അകന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത
അവരെ സാമ്പത്തികമായി സഹായിക്കാത്ത, അവരുടെ സംരക്ഷണത്തിൽ ശ്രദ്ധിക്കാത്ത മക്കളെ സംബന്ധിച്ചാണ്. അപ്പൊ ദൈവത്തോട് അടുത്ത ഹൃദയബന്ധമുള്ള മക്കൾ അവരുടെ മാതാപിതാക്കളെ ബഹുമാനിക്കും എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന കാര്യം. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയമോ എങ്കിൽ നിന്ന് അകന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് പ്രായത്തിലിരിക്കുന്ന ബലഹീനതകളുള്ള, സാമ്പത്തിക പരാധീനതകളുള്ള, മാതാപിതാക്കളെ കരുതാത്ത, ശ്രദ്ധിക്കാത്ത മക്കളെ സംബന്ധിച്ചാണ്. ഇത് പഠിച്ചപ്പോ എനിക്ക് വളരെ ഭാരം തോന്നി. മാതാപിതാക്കളെ ബഹുമാനിക്കുക, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളതിന്റെ പ്രധാന വശം ഇതാണെന്ന് കണ്ടപ്പോ അത് ദൈവത്തോടുള്ള ഹൃദയബന്ധത്തിന്റെ ഒരു ബാഹ്യപ്രകടനം കൂടിയാണ് എന്നും കൂടി കണ്ടപ്പോ ഇത് കൂടി ഗൗരവമായിട്ട് കാണണമല്ലോ എന്ന് എനിക്ക് തോന്നി. ഇത് ഒരുപക്ഷെ മാതാപിതാക്കളോട് മാത്രമല്ല, നമ്മുടെ ചേട്ടന്മാരോട്, ചേച്ചിമാരോട് ഒക്കെയുള്ള ബന്ധത്തിലും ഇതിന് പ്രസക്തിയുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. നമുക്ക് ആ വിധത്തിൽ കർത്താവിനോടുള്ള ഭക്തി ഉണ്ടെങ്കിൽ നമ്മുടെ പ്രായത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കരുതാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ആറാമത്തെ തലക്കെട്ട് യേശു ക്രിസ്തുവും 5-ാം കൽപ്പന. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിന് 12 വയസ്സായപ്പോ മാതാപിതാക്കളോട് കൂടെ യെരുശലേം ദേവാലയത്തിൽ പെസഹ പെരുന്നാൾ കൂടാൻ പോയ കഥയാണ്. അവിടെ വെച്ച് യേശു എന്ത് ചെയ്തു? അവിടുത്തെ പ്രമാണികളോടുകൂടെ ബൈബിൾ ചർച്ചയ്ക്ക് പോയി. അപ്പനും അമ്മയും മേരി ജോസഫും വളരെ ബന്ധപ്പെട്ട് 3 ദിവസം അന്വേഷിച്ച് നടന്നു. അവസാനം കണ്ടെത്തി. നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചു. യേശു എന്താ പറഞ്ഞത്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവർക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ അതിനുശേഷം പറഞ്ഞിരിക്കുന്ന വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. 51-ാം വാക്യം. പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഇതാണ് യേശു 5-ാം കൽപ്പനയോടുള്ള ബന്ധത്തിൽ ചെയ്തത്. യേശു ആരാണ്? കൃത്യത്തിലെ 2-ാം ആളായിട്ടുള്ള ദൈവം തന്നെയാണ് തന്റെ മാതാപിതാക്കൾക്ക് അവൻ അനുസരിച്ച് കീഴടങ്ങിയത്. അവൻ തച്ചനല്ലയോ എന്ന് പറഞ്ഞ വാക്ക് നാം കേട്ടിട്ടുണ്ട്. ജോസഫിന്റെ കൂടെ വീട്ടിലെ പണികളിലൊക്കെ സഹായിച്ച് ആ മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ അവരെ അനുസരിച്ച് അവരെ ബഹുമാനിച്ച് ജീവിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യം. യേശുവിന്റെ ക്രൂശിനരികിൽ യേശു ക്രൂശിക്കപ്പെട്ട സമയത്ത് യേശുവിന്റെ അമ്മ മേരി അവിടെ ക്രൂശിന്റെ കീഴെയുണ്ട്. യേശുവിന്റെ മറ്റ് സഹോദരങ്ങൾ യേശുവിനെ അംഗീകരിച്ചില്ല. യേശുവിനെ വിമർശിക്കാനും യേശുവിനെ മറ്റ് യഹൂദന്മാരുടെ കൂടെ നിന്ന് കുറ്റം ആരോപിക്കാനും ഒക്കെയാണ് ശ്രദ്ധിച്ചത്. എന്നാൽ മേരി വ്യത്യസ്ത സമീപനം സ്വീകരിച്ചു.
യേശുവിന്റെ കൂടെ ആയിരുന്നു മേരി. യേശു ഈ ലോകം വിട്ടുപോകുന്ന ഒരു പശ്ചാത്തലം വന്നപ്പോ തന്റെ മാതാവിന്റെ സംരക്ഷണത്തെ സംബന്ധിച്ച് യേശുവിന് കരുതലുണ്ടായി. കൂടെ താൻ സ്നേഹിക്കുന്ന ശിഷ്യനായിട്ടുള്ള യോഹന്നാൻ നിൽക്കുന്നത് കണ്ടപ്പോ മേരിയെ, തന്റെ അമ്മയെ യോഹന്നാനെ ഏൽപ്പിക്കുന്നത് നാം കാണാൻ സാധിക്കും. സ്വന്തം അമ്മയെ പോലെ ഈ അമ്മയെ നീ സംരക്ഷിക്കണം എന്ന് യേശു പറയുന്നത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, പ്രായത്തിലും തന്റെ അമ്മ ഒറ്റപ്പെട്ടു പോകാൻ ഇടവരരുത് എന്നുള്ള നിർബന്ധത്തിൽ അമ്മയുടെ സംരക്ഷണത്തെ സംബന്ധിച്ച് ശ്രദ്ധിക്കുന്ന ഒരു യേശുവിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. 5-ാം കൽപ്പനയും മക്കളുടെ പ്രവാസ ജീവിതവും എന്നുള്ളൊരു വിഷയം കൂടി ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു. അതിനെക്കുറിച്ച് നമുക്ക് ചോദ്യോത്തര വേളയിൽ എന്തെങ്കിലുമൊക്കെ പറയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് അനേക മക്കളും പ്രവാസ ജീവിതം നയിക്കുന്നവരാണ്. ഗൾഫിലും UK-ലും US-ലും ഒക്കെയാണ് നമ്മുടെ മക്കൾ അനേകരും. അവര് പലരും അവിടെ തന്നെ ആണ് സ്ഥിരതാമസം. ഇവിടെ നമ്മുടെ നാട്ടിൽ മാതാപിതാക്കൾ പ്രായമാകുന്ന സമയത്ത് അവരുടെ സംരക്ഷണത്തെ സംബന്ധിച്ച് ഈ മക്കൾക്ക് ഉള്ള ഉത്തരവാദിത്വം അവരെ എങ്ങനെ നിർവഹിക്കും, അതിനെക്കുറിച്ച് അവര് ഭാരമുള്ളവരാണോ, അതിനെക്കുറിച്ച് പരിഗണനയുള്ളവരാണോ എന്നുള്ള കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ചർച്ചയുടെ സമയത്ത് കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. എന്തായാലും മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് ദൈവം വളരെ മാനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്നതിന് കൂടുതൽ കാരണങ്ങളൊന്നും വേണ്ട. അപ്പനും അമ്മയും ആയതുകൊണ്ടാണ്. അവര് മുഖാന്തരമല്ലേ നമുക്ക് ഈ ഭൂമിയിൽ വരാൻ സാധിച്ചത്. അത് തന്നെ വലിയ കാര്യമല്ലേ. അവര് നമ്മെ നോക്കിയോ, ശ്രദ്ധിച്ചോ, വേണ്ടതുപോലെ പരിശീലിപ്പിച്ചോ എന്നുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാം. അവരെ ബഹുമാനിക്കാം. ഏറ്റവും ഊന്നി പറയാൻ ആഗ്രഹിച്ച കാര്യം, അത് ഒന്നാമതായിട്ട് അവരുടെ വാർദ്ധക്യത്തിനുള്ള സംരക്ഷണം, അവരുടെ സുസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, പരിചരണം, അതാണ് ഈ കൽപ്പനയുടെ ഒരു പ്രധാന വശം. 2, ദൈവഭക്തിയുള്ളവർ തങ്ങളുടെ മാതാപിതാക്കളെ തീർച്ചയായിട്ടും ബഹുമാനിക്കും. ഈ ജനം മധുരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയമോ എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞത് മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവരെ സംബന്ധിച്ചാണ്. നമ്മുടെ ഇടയിൽ അങ്ങനെ വരാതിരിക്കട്ടെ. നമ്മളെല്ലാവരും മാതാപിതാക്കളെ സംരക്ഷിക്കുക, കരുതുകയും ചെയ്യുന്നവരായി തീരത്തക്കവണ്ണം ദൈവം ഇടവരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അടുക്കും ചിട്ടയോടുകൂടി തന്നെ ഈ വിഷയം അവതരിപ്പിച്ച തിരുമേനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ബൈബിളിൽ നിന്ന് അനേക സ്ഥലങ്ങളിൽ നിന്ന് ഈ വിഷയത്തെ ആസ്പദമാക്കിയുള്ള കാര്യങ്ങൾ നമ്മളെ ചൂണ്ടിക്കാണിച്ചു. അതുപോലെ നമ്മളൊരു കുടുംബം എങ്ങനെയായിരിക്കണം, മാതാപിതാക്കൾക്കുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, മക്കള് മാതാപിതാക്കളോട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ കർത്താവിൻ്റെ മാതൃക എന്താണ്, ബൈബിള് മറ്റുള്ള വ്യക്തികളെ ആസ്പദമാക്കി എന്താണ് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്, അതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഒരു മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളൊരു ബന്ധം അകന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്, ഇന്ന് അങ്ങനെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. നമ്മൾ കേട്ട ദൈവവചന അടിസ്ഥാനത്തിൽ വരും കാലങ്ങളിൽ നമ്മൾ ഈ കേട്ട വിശ്വാസികളുടെ ജീവിതത്തിലെ മാതാപിതാക്കളെ മക്കളെ ബഹുമാനിക്കുന്ന വ്യക്തികളായിട്ട്, അല്ലെങ്കിൽ
ആ രീതിയിൽ ബഹുമാനിച്ച് കൂടുതൽ അനുഗ്രഹങ്ങളെ തലമുറകളായിട്ട് നേടിയെടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മളും നമ്മുടെ വരും തലമുറയും ആ രീതിയിൽ ദൈവം നമ്മളെ ആക്കി തീർക്കട്ടെ. ക്ലാസ് പറഞ്ഞു തന്ന എന്നോട് നന്ദി അറിയിക്കുന്നു.